ഹലോ ഗൈസ്, മാർച്ച് 6-ാം തീയതി മറ്റന്നാള് സംഭവം അധ്യായം ഒന്നെന്ന് പറഞ്ഞ് നമ്മുടെ അസ്കർ അലിയുടെ ഒരു സിനിമ റിലീസ് ആവുന്നുണ്ട്. നിങ്ങൾ എത്ര പേര് ഈ സിനിമയെ പറ്റി അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഇന്നലെ ഇതിന്റെ ട്രെയിലർ കണ്ടിട്ടുണ്ടായിരുന്നു. ട്രെയിലർ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സീൻസ് ആദ്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പുതിയ CPO സാറേ. പേരെന്താ പറയണേ? ഗൈസ്, നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും സീൻസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ആ ട്രെയിലർ ഒന്ന് പോയി കണ്ടു നോക്ക്. ജസ്റ്റ് 2 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ സിനിമ കാണണോ വേണ്ടെന്നുള്ളൊരു താല്പര്യം നിങ്ങൾക്ക് ഓൾമോസ്റ്റ് കിട്ടും. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ട്രെയിലർ കണ്ടപ്പോൾ അതിന്റെ ഒരു വിഷ്വൽ ക്വാളിറ്റിയും ആ ഒരു സൗണ്ടും ടോട്ടൽ കണ്ടപ്പോൾ സിനിമ കാണാനുള്ള ഒരു താല്പര്യം കുറച്ചുകൂടെ കൂടിയിട്ടുണ്ടായിരുന്നു. ബേസിക്കലി ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാര്യം ഇതൊന്നുമല്ല. ഞാനാണെങ്കിൽ ഇതേ റൈറ്റർ ഡയറക്ടർ ടീമിന്റെ തന്നെ ഒരു ഷോർട്ട് ഫിലിം കണ്ടിട്ടുണ്ടായിരുന്നു. അതും ഇതേ പേരിൽ, സംഭവം എന്ന പേരിൽ. ഏകദേശം 1 വർഷം മുമ്പാണ് അത് കണ്ടിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കേരള തമിഴ്നാട് ബോർഡറിൽ കേരള പോലീസും തമിഴ്നാട് പോലീസും തമ്മിൽ ഒരു വയർലെസ് മിസ്സിങ്ങും അത് റിലേറ്റഡ് ഒരു പരിപാടിയാണ്. അന്നത് കണ്ടപ്പം എനിക്കത് ഭയങ്കരമായിട്ട് വർക്ക് ആയി. അതിൽ കുറച്ച് സീൻസ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. அவர் பேர் என்ன சொன்ன? ஸ்டீஃபன் ஜார்ஜ் தானா? அது சார். அந்த பேர்ல ஒரு எஸ் இருந்தாரு. ஆனா இப்ப இல்ல. 15 வருஷத்துக்கு முன்னாடி, கரெக்டா சொல்ல போனா 2008ல அவரும் அவரோட டீம் அந்த காட்டுல மிஸ் ஆயிட்டாங்க. அவங்க மட்டுமல்ல, அங்க போனவங்க யாருமே இது வரைக்கும் திரும்பி வந்ததே இல்லை. நான் சொன்னேன்ல, அந்த இடம் சரியில்லை, സീക്കിരം അങ്ങിരുന്ന് കിളമ്പിട്. അന്ന് ഷോർട്ട് ഫിലിം കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു സിനിമയായിട്ട് വന്നായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നെന്ന്. ലൈക്ക് അവരത് സിനിമ ആക്കിയിട്ടുണ്ട്, മറ്റന്നാൾ റിലീസാണ്. പക്ഷെ ഇപ്പം പോയാൽ നമുക്ക് ആ ഷോർട്ട് ഫിലിം കാണാൻ പറ്റത്തില്ല. അത് ഓൾറെഡി പ്രൈവറ്റ് ആണ്, വീഡിയോ കാണാൻ കഴിയില്ല. ഗൈസ്, അപ്പോൾ ഞാൻ ആ ഷോർട്ട് ഫിലിം കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു ക്വാളിറ്റിയുടെ പുറത്തും ഇന്ന് ഈ ട്രെയിലർ കണ്ടപ്പോൾ സിനിമ കാണാൻ പ്രേരിപ്പിക്കുന്ന ഒരു ക്വാളിറ്റി ആ ട്രെയിലറിന് നമുക്ക് ഫീൽ ചെയ്തതിന്റെ ബേസിൽ പറയാണ്. നിങ്ങൾ ഈ ആഴ്ച സിനിമ കാണാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഇത് ആഡ് ചെയ്ത് വെച്ചു. സൈലന്റ് ആയിട്ട് ഒന്ന് ഹിറ്റ് അടിക്കാൻ സാധ്യതയുള്ള സിനിമയാണ്. എന്തായാലും പതിവ് പോലെ വെള്ളിയാഴ്ച സിനിമ കണ്ടിട്ട് എന്റെ അഭിപ്രായം എന്താണെന്നുള്ളത് ഞാൻ പോസ്റ്റ് ചെയ്തേക്കാം. നിങ്ങൾ ആരെങ്കിലും ഈ ഷോർട്ട് ഫിലിം കണ്ടിട്ടുണ്ടെങ്കിലോ അതല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കാം. ഓക്കെ, ബൈ.